ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. മധ്യപ്രദേശിൽ 17,500 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. വികസിത് ഭാരത് വികസിത് മധ്യപ്രദേശ് പരിപാടിയെ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിജെപിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തുവിട്ടേക്കുമെന്ന് സൂചന. ഹിമാചൽ പ്രദേശിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കൂറുമാറി ബിജെപി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത 6 എംഎൽഎമാരെ അയോഗ്യരാക്കി. കൂറുമാറ്റ നിരോധന നിയമം ബാധകമെന്ന് നിയമസഭാ സ്പീക്കർ. ഇന്ത്യയെക്കുറിച്ച് തെറ്റായ ആരോപണങ്ങൾ പ്രചരിപ്പിക്കാൻ പാകിസ്ഥാൻ അന്താരാഷ്ട്ര വേദികൾ ഉപയോഗപ്പെടുത്തുന്നതായി ഇന്ത്യ. ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമെന്നും സദ്ഭരണം ഉറപ്പാക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമെന്നും മനുഷ്യാവകാശ വേദിയിൽ ഇന്ത്യ. വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. മത്സരം രാത്രി 7:30 ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ. വാർത്തകൾ വിശദമായി. മധ്യപ്രദേശിൽ 17,500 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. വികസിത് ഭാരത് വികസിത് മധ്യപ്രദേശ് പരിപാടിയെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ജലസേചനം, വൈദ്യുതി, റോഡ്, റെയിൽ, ജലവിതരണം, കൽക്കരി, വ്യവസായം തുടങ്ങി നിരവധി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ ഇന്ന് പ്രധാനമന്ത്രി തുടക്കമിടുന്ന പരിപാടികളിൽ ഉൾപ്പെടും. സൈബർ തഹസിൽ പദ്ധതിയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. 5,500 കോടിയിലധികം രൂപയുടെ ജലസേചന പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. 2,200 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 3 റെയിൽവേ പദ്ധതികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കും. നോർത്തേൺ കോൾ ഫീൽഡ്സ് ലിമിറ്റഡിന്റെ 1,400 കോടി രൂപ ചെലവ് വരുന്ന ഫസ്റ്റ് മൈൽ കണക്ടിവിറ്റി പദ്ധതികൾ പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. ട്രക്കുകളിലൂടെയുള്ള കൽക്കരി കൈമാറ്റം പരമാവധി ഒഴിവാക്കുന്നതിന് സഹായിക്കുന്ന പദ്ധതികളാണിവ. പ്രതിവർഷം 25 ദശലക്ഷം ടൺ ശേഷിയുള്ള 2 സംഭരണ സംവിധാനങ്ങളും ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികളിൽ ഉൾപ്പെടുന്നതായി കൽക്കരി മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. രാജ്യത്തെ കൽക്കരി ഉത്പാദനം കാര്യക്ഷമമാക്കുന്നതിനായി തയ്യാറാക്കിയ കൽക്കരി ലോജിസ്റ്റിക്സ് രൂപരേഖയും നയവും കേന്ദ്ര കൽക്കരി മന്ത്രി പ്രഹ്ലാദ് ജോഷി ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. ആധുനിക സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായി ചെലവ് കുറഞ്ഞതും സുസ്ഥിരവുമായ കൽക്കരി ഖനനം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് രൂപരേഖയും നയവും രൂപീകരിച്ചിരിക്കുന്നത്. ആത്മനിർഭർ ഭാരതിന് കീഴിൽ രാജ്യത്തെ കൽക്കരി ഇറക്കുമതി ലഘൂകരിച്ചുകൊണ്ട് 2030ഓടെ ഈ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതാണ് നയ രൂപീകരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിജെപിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇന്ന് ഡൽഹിയിൽ യോഗം ചേരും. പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക യോഗത്തിന് ശേഷം പുറത്തുവിടുമെന്നാണ് സൂചന. മുൻ പ്രധാനമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന മൊറാർജി ദേശായിയുടെ ജന്മവാർഷിക ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ പ്രണാമം അർപ്പിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതികായരിൽ ഒരാളായിരുന്നു ശ്രീ മൊറാർജി ദേശായി എന്നും ആത്മാർത്ഥതയുടെയും ലാളിത്യത്തിന്റെയും പ്രതീകമായിരുന്നു അദ്ദേഹമെന്നും ശ്രീ മോദി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. പശ്ചിമബംഗാളിലെ സന്ദേശ് ഖാലിയിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെ നോർത്ത് 24 പർഗാനാസ് ജില്ലയിലെ ബസർഹട്ട് കോടതി 10 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണം, ലൈംഗികാതിക്രമം, ഭൂമി കയ്യേറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട കേസിലാണ് പശ്ചിമബംഗാൾ പോലീസ് സന്ദേശ് ഖാലിയിലെ മിനാഖാനിലെ ബമൻപുക്കൂറിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇന്ന് രാവിലെ 10:40ഓടെയാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കിയത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ഷെയ്ഖ് ഷാജഹാനെ ഉൾപ്പെടുത്താൻ 3 ദിവസം മുമ്പ് കൊൽക്കത്ത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും ഉത്തരവിട്ടിരുന്നു. ഈ വിഷയത്തിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെയും കഴിഞ്ഞ ദിവസം BJP ആഞ്ഞടിച്ചിരുന്നു. സംസ്ഥാനം ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ പ്രീണന രാഷ്ട്രീയം കാരണമാണ് ഷാജഹാൻ ഷെയ്ഖിന് സംരക്ഷണം ലഭിക്കുന്നതെന്ന് പാർട്ടി വക്താവ് പ്രേം ശുക്ല ഇന്നലെ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിലുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ അനുനയ നീക്കങ്ങൾ തുടരുന്നു.
രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കൂറുമാറി ബിജെപി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത 6 കോൺഗ്രസ് എംഎൽഎമാരെ ഹിമാചൽ പ്രദേശ് നിയമസഭാ സ്പീക്കർ കുൽദീപ് സിംഗ് പതാനിയ ഇന്ന് അയോഗ്യരാക്കി. വിശദാംശങ്ങളിലേക്ക്. ബജറ്റ് സമ്മേളനത്തിൽ വിപ്പ് ലംഘിച്ചുവെന്ന് കാണിച്ചാണ് 6 എംഎൽഎമാരെ സ്പീക്കർ അയോഗ്യരാക്കിയത്. കോൺഗ്രസ് ചിഹ്നത്തിൽ നിന്ന് മത്സരിച്ച 6 എംഎൽഎമാരും കൂറുമാറ്റ നിരോധന നിയമം ലംഘിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ നിയമസഭാ അംഗത്വം റദ്ദാക്കുന്നുവെന്ന് സ്പീക്കർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് 6 കോൺഗ്രസ് എംഎൽഎമാരും കോൺഗ്രസ് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന 3 സ്വതന്ത്രരും രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അഭിഷേക് സിംഗ്വിക്കെതിരെ വോട്ട് ചെയ്തതിനെ തുടർന്ന് അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് ഭരണകക്ഷിയിലെ അഭിപ്രായ ഭിന്നത പുറത്തുവന്നത്. ഇന്നലെ പാർട്ടി കേന്ദ്ര നിരീക്ഷകർ സംസ്ഥാനത്തെത്തി മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തി. പൊതുമരാമത്ത് മന്ത്രി വിക്രമാദിത്യ സിംഗിന്റെ രാജിഭീഷണിയും കേന്ദ്ര ഇടപെടലിനെ തുടർന്ന് ഒഴിവായി. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലും ഭൂപേന്ദർ ഹൂഡയുമാണ് സംസ്ഥാന നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഇന്നലെ ബജറ്റ് പാസാക്കി നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരുന്നു. പ്രതിപക്ഷ നേതാവ് ജയറാം ഠാക്കൂർ അടക്കം 15 BJP അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തതിനാൽ BJP സാന്നിധ്യമില്ലാതെ ശബ്ദ വോട്ടോടെ ബജറ്റ് സഭ പാസാക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ KPCC പ്രസിഡന്റ് K സുധാകരൻ MPയും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചേർന്ന് നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കും. പുത്തരിക്കണ്ടം മൈതാനത്ത് വൈകുന്നേരം 4:30 നടക്കുന്ന സമാപന സമ്മേളനം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഈ മാസം 9 കാസർഗോഡ് നിന്നാണ് സമരാഗ്നി ആരംഭിച്ചത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സമൂലമായി പരിഷ്കരിച്ചും വ്യത്യസ്ത മേഖലകളിലുള്ള മികവിന്റെ കേന്ദ്രങ്ങൾ ഒരുക്കിയും ഗവേഷണ സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വ്യത്യസ്ത മേഖലകളിൽ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നവരെ ഈ മുന്നേറ്റത്തിന്റെ ഭാഗമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൊഴിൽ മേഖലകളിൽ ഉള്ളവരുമായി കൊല്ലത്ത് നടത്തിയ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ തൊഴിലുകളും സാങ്കേതിക വിദ്യകളും പഴയ തൊഴിലുകളെ ഇല്ലാതാക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. ടൂർണമെന്റിൽ ഇന്നലെ UP വാരിയേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ത്യയെക്കുറിച്ചുള്ള തെറ്റായ ആരോപണങ്ങൾ പ്രചരിപ്പിക്കാൻ പാകിസ്ഥാൻ UN മനുഷ്യാവകാശ കൌൺസിലിന്റെ വേദി ഉപയോഗിച്ചതിൽ രാജ്യം ശക്തിയായി പ്രതിഷേധിച്ചു. ഇന്നലെ നടന്ന കൌൺസിലിന്റെ 55ാമത് യോഗത്തിൽ ഇന്ത്യയുടെ ഫസ്റ്റ് സെക്രട്ടറി അനുപമ സിംഗ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ജമ്മു കാശ്മീരിലെയും ലഡാക്കിലെയും മുഴുവൻ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണെന്നും കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ സാമൂഹിക സാമ്പത്തിക വികസനവും സദ്ഭരണവും ഉറപ്പാക്കാൻ ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഭരണഘടനാപരമായ നടപടികൾ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണെന്നും അനുപമ സിംഗ് വ്യക്തമാക്കി. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ പാകിസ്ഥാന് യാതൊരു അവകാശവുമില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. റഷ്യയ്ക്കെതിരായ യുദ്ധത്തിൽ യുക്രൈനെ വിജയിപ്പിക്കുന്നതിനായി യൂറോപ്യൻ സൈനികരെ യുക്രൈനിലേക്ക് അയക്കാനുള്ള സാധ്യത സംബന്ധിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ ചർച്ച നടത്തി. എന്നാൽ യുക്രൈനെ പിന്തുണച്ചുള്ള മാക്രോയുടെ അഭിപ്രായങ്ങൾ റഷ്യയിൽ നിന്ന് കടുത്ത എതിർപ്പിന് വഴിയൊരുക്കിയതിനെ തുടർന്ന് വിഷയത്തിൽ നിന്ന് യൂറോപ്യൻ നേതാക്കൾ പിന്തുണ പിൻവലിച്ചു. തുടർച്ചയായ 2 പരാജയങ്ങൾക്ക് ശേഷം കഴിഞ്ഞ നവംബറിൽ ഉത്തരകൊറിയ മല്ലിഗോങ് 1 ഉപഗ്രഹം വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചതായി റിപ്പോർട്ട്. ഉപഗ്രഹം ദക്ഷിണ കൊറിയ, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ ചിത്രങ്ങൾ പകർത്തിയതായി ഉത്തരകൊറിയയുടെ സ്റ്റേറ്റ് മീഡിയ സെന്റർ അവകാശപ്പെട്ടു. ലോക വ്യാപാര സംഘടനയിൽ ചൈന മുന്നോട്ടുവച്ച നിക്ഷേപ ലഘൂകരണ കരാറിനോട് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും അടക്കമുള്ള രാജ്യങ്ങൾ എതിർപ്പ് രേഖപ്പെടുത്തി. കരാർ സംബന്ധിച്ച വ്യവസ്ഥകൾ വ്യാപാര സംഘടനയുടെ പരിധികൾക്ക് പുറത്താണ് ഉൾപ്പെടുന്നതെന്നും വ്യാപാര ഇതര വിഷയമാണിതെന്നും ചർച്ചയിൽ ഇന്ത്യ അറിയിച്ചു. കരാറിന് വ്യാപാര സംഘടനയിലെ എല്ലാ അംഗങ്ങളുടെയും പിന്തുണ ലഭിച്ചിട്ടില്ലെന്നും ഇന്ത്യ പറഞ്ഞു. നിക്ഷേപ നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കുക, അതിർത്തി കടന്നുള്ള നിക്ഷേപങ്ങൾ സുഗമമാക്കുക എന്നിവയാണ് കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. മധ്യപ്രദേശിലെ സിൻഡോറിയിലുണ്ടായ വാഹനാപകടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖം രേഖപ്പെടുത്തി. സംഭവം വേദനാജനകമാണെന്നും അപകടത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനം അറിയിക്കുന്നതായും രാഷ്ട്രപതി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മധ്യപ്രദേശിൽ 17,500 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. വികസിത് ഭാരത് വികസിത് മധ്യപ്രദേശ് പരിപാടിയെ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJPയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തുവിട്ടേക്കുമെന്ന് സൂചന. ഹിമാചൽ പ്രദേശിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കൂറുമാറി BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത 6 MLAമാരെ അയോഗ്യരാക്കി. കൂറുമാറ്റ നിരോധന നിയമം ബാധകമെന്ന് നിയമസഭാ സ്പീക്കർ.
ഇന്ത്യയെക്കുറിച്ച് തെറ്റായ ആരോപണങ്ങൾ പ്രചരിപ്പിക്കാൻ പാകിസ്ഥാൻ അന്താരാഷ്ട്ര വേദികൾ ഉപയോഗപ്പെടുത്തുന്നതായി ഇന്ത്യ. വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. മത്സരം രാത്രി 7:30 ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.